നമസ്കാരം. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ഏപ്രിൽ 8 ചൊവ്വാഴ്ച. US പകരച്ചുങ്കത്തിൽ ആടി ഉലയുകയാണ് ലോകവിപണി. സാമ്പത്തിക മാന്ദ്യ ആശങ്ക വിപണികളെ പരിഭ്രാന്തിയിലാക്കുന്നു. ഇന്ത്യൻ ഓഹരി വിപണിയിലും തകർച്ച തുടരുകയാണ്. ഈ വാർത്തയാണ് മാധ്യമത്തിന്റെ ലീഡ്. LPG ഗാർഹിക സിലിണ്ടറിന് 50 രൂപ വർദ്ധിപ്പിച്ചതും പെട്രോളിനും ഡീസലിനും തീരുവ 2 രൂപ കൂട്ടിയതും കൂടി ചേർത്ത് കത്തിക്കയറി ഗ്യാസ് വില കുത്തിക്കീറി വിപണി എന്നാണ് മാതൃഭൂമിക്ക് തലക്കെട്ട്. മറ്റെല്ലാ പത്രങ്ങളും ഈ വിലവർധനയുടെ വാർത്ത വിശദമായി പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. മുനമ്പം കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തു. സർക്കാർ നിയോഗിച്ച കമ്മീഷന് പ്രവർത്തനം തുടരാൻ ഹൈക്കോടതി അനുമതി നൽകി. നോക്കാം ഇന്നത്തെ പത്രത്താളുകളിലേക്ക് വിശദമായി. ആദ്യം മലയാള മനോരമയിലേക്കാണ്. പാചകവാതകം 50 രൂപ കൂട്ടി കേന്ദ്രം, പോക്കറ്റടി വീണ്ടും എന്ന് തലക്കെട്ട്. ക്രൂഡ് വിലയിടിവിന്റെ മെച്ചം ജനത്തിന് കൈമാറാതെ പെട്രോൾ ഡീസൽ നികുതി കൂട്ടി. പാചകവാതക വിലവർധന ഉജ്ജ്വല സ്കീമിനും ബാധകം. വീട്ടാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് കേന്ദ്ര സർക്കാർ 50 രൂപ കൂട്ടി. പാചകവാതക സിലിണ്ടർ വില കൊച്ചിയിൽ 810 രൂപയായിരുന്നത് ഇന്നു മുതൽ 860 രൂപയാകും. സബ്സിഡിയുള്ള പ്രധാനമന്ത്രി ഉജ്ജ്വല സ്കീമിലും ഇളവില്ല. സിലിണ്ടറിന് 510 രൂപയായിരുന്നത് 560 രൂപയാകും. രാജ്യാന്തര എണ്ണവില 20% കുറഞ്ഞതിന്റെ മെച്ചം ജനങ്ങൾക്ക് നിഷേധിച്ചുകൊണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും അധിക എക്സൈസ് നികുതി 2 രൂപ വീതം കൂട്ടുകയും ചെയ്തു. പെട്രോൾ ഡീസൽ വില കൂടില്ലെങ്കിലും ജനങ്ങൾക്ക് അർഹതപ്പെട്ട ഇളവ് ലഭിക്കില്ലെന്നതാണ് പ്രശ്നം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരം തീരുവ പ്രഖ്യാപനത്തെ തുടർന്ന് വിപണിയിലുണ്ടായ ഇടിവിൽ ബ്രൈറ്റ് ക്രൂഡ് ഓയിൽ വില 4 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ്. 6 മാസം മുൻപ് ബാരലിന് ശരാശരി $78 ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ $62 താഴ്ന്നിട്ടുണ്ട്. മുൻപ് ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞ കോവിഡ് കാലത്തും കേന്ദ്ര സർക്കാർ സമാന രീതിയിൽ അടിക്കടി നികുതി വർധന അടിച്ചേൽപ്പിച്ചിരുന്നു. രാജ്യാന്തര വിപണിയിൽ വില വർദ്ധിക്കുമ്പോൾ അതിന്റെ ഭാരം അപ്പപ്പോൾ ജനങ്ങളിലേക്ക് കൈമാറാൻ സർക്കാർ മടിക്കുന്നുമില്ല. കഴിഞ്ഞ വർഷം മാർച്ച് 14 പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് കേന്ദ്രം പെട്രോളിനും ഡീസലിനും 2 രൂപ വീതം കുറച്ചിരുന്നു. ഇതേ വാർത്തയാണ് മാധ്യമത്തിന്റെ സൂപ്പർ ലീഡ്. എണ്ണവില ഇടിഞ്ഞെങ്കിലും നേട്ടം കേന്ദ്രം കൊണ്ടുപോയി. പാചകവാതകത്തിന് 50 രൂപ കൂട്ടി. വില കുറയ്ക്കാതെ പെട്രോളിനും ഡീസലിനും തീരുവ 2 രൂപ കൂട്ടി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചടി ചുങ്കം പ്രതിഭാസത്തിൽപ്പെട്ട് ആഗോള സമ്പദ് രംഗം ആടിയുലഞ്ഞതിന്റെ ഫലമായി അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞതിന്റെ ഗുണം ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് കൈമാറാതെ തട്ടിയെടുത്ത് കേന്ദ്രം. പെട്രോളിനും ഡീസലിനും 2 രൂപ വീതം എക്സൈസ് തീരുവ കൂട്ടിയാണ് സർക്കാരിന്റെ കൊള്ള. ഒപ്പം ഗാർഹിക പാചകവാതക വില 50 രൂപ വർദ്ധിപ്പിക്കുകയും ചെയ്തു. തീരുവ കൂട്ടിയെങ്കിലും പെട്രോളിന്റെയും ഡീസലിന്റെയും ചില്ലറ വിപണി വിലയിൽ വർധനയുണ്ടാകില്ലെന്നാണ് സർക്കാരിന്റെ ന്യായം. ആഗോള വ്യാപാര യുദ്ധത്തിന്റെ ഭീതിയിൽ ക്രൂഡ് ഓയിൽ വില 2021 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിലയിലാണ് ഇപ്പോൾ. ബാരലിന് 63.15 രൂപയാണ് തിങ്കളാഴ്ചത്തെ വില. ഇതിലൂടെ ഖജനാവിലേക്ക് 32,000 കോടി രൂപയാണ് അധികമായി എത്തുക. US പകരച്ചുങ്കം ആടിയുലഞ്ഞ് ലോകവിപണി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിതച്ച പകരച്ചുങ്ക കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞ് ലോകമാകെയുള്ള ഓഹരി വിപണികൾ. ഏപ്രിൽ 2 ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തകർന്നടിഞ്ഞ വിപണികളിൽ തിങ്കളാഴ്ച ചോരപ്പുഴയൊഴുകി. കുത്തനെ കൂട്ടിയ തീരുവയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ട്രംപ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് തകർച്ചയുടെ ആഴം കൂട്ടി. ലോക സമ്പദ് വ്യവസ്ഥയിൽ ട്രംപ് സൃഷ്ടിച്ച വൻ അനിശ്ചിതത്വം ഇനിയും തുടരുമെന്നാണ് സൂചനകൾ. വരാനിരിക്കുന്ന ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചനകളെന്ന ആശങ്ക കൂടുതൽ പരിഭ്രാന്തിയിലേക്കാണ് വിപണികളെ നയിക്കുന്നത്. ട്രംപ് ചുമത്തിയ പകരച്ചുങ്കവും ചൈന ഉൾപ്പെടെ രാജ്യങ്ങളുടെ തിരിച്ചടിയും പണപ്പെരുപ്പത്തിനും സാമ്പത്തിക വളർച്ചാ മാന്ദ്യത്തിനും ഇടയാക്കുമെന്ന ആശങ്കയിൽ
നിക്ഷേപകർ ഓഹരികൾ വിറ്റൊഴിഞ്ഞ് സ്വർണം ഉൾപ്പെടെ മറ്റ് സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് തിരിയുകയാണ്. പകരച്ചുങ്കം പിൻവലിക്കാനോ കുറയ്ക്കാനോ ട്രംപ് തയ്യാറാകാത്ത പക്ഷം നിരവധി രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥ തന്നെ തകിടം മറിയും. അമേരിക്കയ്ക്ക് അനുകൂലമായ വ്യാപാര കരാറുകൾ ഉണ്ടാക്കാൻ മറ്റ് രാജ്യങ്ങളെ നിർബന്ധിക്കുകയെന്ന തന്ത്രവും ട്രംപ് പയറ്റുന്നുണ്ട്. ഇന്ത്യ, ഇസ്രായേൽ, വിയറ്റ്നാം തുടങ്ങി 50ഓളം രാജ്യങ്ങൾ കരാറുണ്ടാക്കാൻ സന്നദ്ധത അറിയിച്ചതായി വൈറ്റ് ഹൌസ് നാഷണൽ എക്കണോമിക് കൗൺസിൽ ഡയറക്ടർ കെവിൻ ഹാസെറ്റ് പറഞ്ഞു. ആഗോള എണ്ണവിലയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 2021 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഇന്ത്യൻ വിപണിയിലും തകർച്ച. ആഗോള തകർച്ചയ്ക്ക് മുന്നിൽ ഇന്ത്യൻ ഓഹരി വിപണിക്കും പിടിച്ചു നിൽക്കാനായില്ല. വ്യാപാര തുടക്കത്തിൽ സെൻസെക്സ് 3939 പോയിന്റും നിഫ്റ്റി 1160 പോയിന്റും ഇടിഞ്ഞു. പിന്നീട് തകർച്ചയിൽ നിന്ന് അല്പം കരകയറിയ സെൻസെക്സ് 2227 പോയിന്റ് നഷ്ടത്തിൽ 73137ലും നിഫ്റ്റി 743 പോയിന്റ് താഴ്ന്ന് 22,161ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തുടരാം. താൽക്കാലിക അനുമതി നൽകി ഹൈക്കോടതി. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ താൽക്കാലിക അനുമതി. ഹൈക്കോടതിയാണ് അനുമതി നൽകിയത്. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്താണ് ചീഫ് ജസ്റ്റിസ് നിധിൻ ജാംദാർ, ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് പുറപ്പെടുവിച്ച 2024 നവംബർ 27 സർക്കാർ വിജ്ഞാപനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തു. അതേസമയം കമ്മീഷൻ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ കോടതി അനുമതിയില്ലാതെ സർക്കാർ നടപടി സ്വീകരിക്കരുതെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച അപ്പീൽ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഹർജി തുടർവാദത്തിനായി ജൂൺ 16 മാറ്റി. മുനമ്പം ഭൂമി വഖഫാണോ അല്ലയോ എന്നല്ല, വസ്തുതാന്വേഷണം നടത്താനാണ് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് CN രാമചന്ദ്രനെ നിയമിച്ചതെന്നായിരുന്നു സർക്കാർ അറിയിച്ചത്. ഈ ഭൂമിയിൽ വർഷങ്ങളായി താമസിക്കുന്നവരുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നത് സംബന്ധിച്ചാണ് പരിശോധിക്കുന്നതെന്ന സർക്കാർ വാദത്തിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കോടതി വിലയിരുത്തി. കേരളത്തിന് 39,876 കോടി കടമെടുക്കാം. സംസ്ഥാനത്തിന് ഈ സാമ്പത്തിക വർഷം 39,876 കോടി രൂപ വായ്പയെടുക്കാം. ആകെ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 3%. കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഇക്കാര്യം സംസ്ഥാനത്തെ അറിയിച്ചു. വൈദ്യുതി മേഖലയിൽ നടപ്പാക്കുന്ന പരിഷ്കരണങ്ങളുടെ പേരിൽ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 0.5% കൂടി കടമെടുക്കാം. ഇത് ഏകദേശം 6,600 കോടി വരും. ഇതുകൂടി ചേരുമ്പോൾ നടപ്പു സാമ്പത്തിക വർഷം കടമെടുക്കാവുന്ന തുക 46,476 കോടിയാകും. വൈദ്യുതി മേഖലയുടെ പേരിലെ വായ്പ മാറ്റി നിർത്തിയാൽ 42,814 കോടിയുടെ കടമെടുപ്പിന് അനുമതി ലഭിക്കുമെന്നായിരുന്നു കേരളത്തിന്റെ പ്രതീക്ഷ. കണക്കുകൾ പ്രകാരം 2025-26 സാമ്പത്തിക വർഷം കേരളത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനം 14,26,147 കോടിയാണ്. ഇതിന്റെ 3% എന്ന കണക്കിലായിരുന്നു 42,814 കോടി പ്രതീക്ഷിച്ചത്. എന്നാൽ ഇതിൽ 2,938 കോടി കേന്ദ്രം വെട്ടി. അങ്ങനെയാണ് വാർഷിക വായ്പാനുമതി 39,876 കോടിയായി കുറഞ്ഞത്. നിത്യനിദാന ചെലവുകൾക്ക് കടമെടുക്കേണ്ട സ്ഥിതിയാണിപ്പോഴും. കഴിഞ്ഞ വർഷം ഏപ്രിൽ പിന്നിട്ടിട്ടും വായ്പാനുമതിയിൽ കേന്ദ്രം വ്യക്തത വരുത്താത്തതിനെ തുടർന്ന് ഏപ്രിലിലെ ചെലവുകൾക്കായി പ്രത്യേക അനുമതി വാങ്ങി കടമെടുക്കേണ്ട സ്ഥിതിയായിരുന്നു. 2,000 കോടി വായ്പയെടുക്കുന്നതിന് ചൊവ്വാഴ്ച കടപ്പത്രമിറക്കാനാണ് സർക്കാർ തീരുമാനം. AICC സമ്മേളനം ഇന്ന്. വിശാല പ്രവർത്തക സമിതി. 1725 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം നാളെ സബർമതി തീരത്ത്. തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ സംഘടനാശക്തി വീണ്ടെടുത്തേ തീരൂ എന്ന തിരിച്ചറിവിൽ കോൺഗ്രസ് നേതൃനിര ഇന്നും നാളെയും ഒത്തുകൂടുന്നു. ഇന്ന് രാവിലെ 11:30 ഷാഹിബാഗ് സർദാർ പട്ടേൽ സ്മാരകത്തിൽ വിശാല പ്രവർത്തക സമിതി യോഗം ചേരും. വൈകിട്ട് 5 സബർമതി ആശ്രമത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ യോഗമുണ്ട്. നാളെ രാവിലെ 10 മുതൽ സബർമതി നദീതീരത്തു നടക്കുന്ന AICC സമ്മേളനത്തിൽ
1725 പ്രതിനിധികൾ പങ്കെടുക്കും. DCCകളുടെ ശാക്തീകരണം ഉൾപ്പെടെ സംഘടനാ തലത്തിലുള്ള നവീകരണത്തിനാണ് സമ്മേളനത്തിലെ ഊന്നൽ. വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ അംഗങ്ങൾക്കും ക്ഷണിതാക്കൾക്കും പുറമെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, പ്രതിപക്ഷ നേതാക്കൾ, PCC അധ്യക്ഷർ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങൾ, പാർലമെന്ററി പാർട്ടി ഓഫീസ് ഭാരവാഹികൾ, മുൻ മുഖ്യമന്ത്രിമാർ, ഗുജറാത്ത് കോൺഗ്രസിലെ പ്രത്യേക ക്ഷണിതാക്കൾ എന്നിവരടക്കം 169 പേർ പങ്കെടുക്കും. കേരളവും PM ശ്രീയിലേക്ക്. കേന്ദ്രത്തിന് വഴങ്ങിയേക്കും. നാളെ മന്ത്രിസഭായോഗത്തിൽ ചർച്ച. സംസ്ഥാനത്തെ സ്കൂളുകളിൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം 6 വയസ്സാക്കി ഉയർത്താൻ തീരുമാനിച്ചതിനു പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയും നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു. 3 വർഷമായി തുടരുന്ന എതിർപ്പ് മാറ്റിവെച്ചാണിത്. കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പിടുന്നത് നാളത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്തേക്കും. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികളുടെ വിഹിതം അനുവദിക്കാതെയുള്ള സാമ്പത്തിക ഉപരോധം കേന്ദ്രം തുടരുന്നതോടെയാണ് കേരളം വഴങ്ങുന്നത്. പദ്ധതിയിൽ ചേർന്നാൽ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടിവരും എന്നതായിരുന്നു കേരളമടക്കം പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എതിർപ്പിന് മുഖ്യ കാരണം. സ്കൂളിനു മുന്നിൽ PM ശ്രീ സ്കൂൾ എന്ന ബോർഡ് വയ്ക്കുന്നതിനെയും എതിർത്തു. ഇതോടെ കേന്ദ്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. സമഗ്ര ശിക്ഷ കേരളം വഴി നടപ്പാക്കുന്ന മിക്ക കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികളും പ്രതിസന്ധിയിലായി. കേന്ദ്രത്തിൽ നിന്ന് 1186.84 കോടി രൂപ ലഭിക്കാനുണ്ടെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറയുന്നു. ഇതിൽ 280.58 കോടി രൂപ 2023-24ലെയും 513.54 കോടി കഴിഞ്ഞ അധ്യയന വർഷത്തെയും കുടിശ്ശികയാണ്. പുതിയ അധ്യയന വർഷത്തെ ആദ്യ ഗഡു ലഭിക്കാനുമുണ്ട്. ഈ നില തുടർന്നാൽ വിദ്യാഭ്യാസ പദ്ധതികൾ അവതാളത്തിലാകുമെന്ന് വന്നതോടെയാണ് മനംമാറ്റം. 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് നിജപ്പെടുത്തണമെന്ന കേന്ദ്രത്തിന്റെ 2022 മുതലുള്ള ആവശ്യത്തിന് കഴിഞ്ഞ ദിവസം കേരളം വഴങ്ങിയിരുന്നു. ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് ഉൾപ്പെടെ കേന്ദ്ര നയത്തിലെ മറ്റു നിർദ്ദേശങ്ങളും കേരളം നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുൻപ് PM ശ്രീയിൽ ചേർന്നത് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ വർഷം വിഷയം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ CPIയുടെ എതിർപ്പ് മൂലം മാറ്റിവെക്കുകയായിരുന്നു. കേരളത്തിൽ ഗുണം 336 സ്കൂളുകൾക്ക്. തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള കേന്ദ്ര പദ്ധതിയായ PM ശ്രീയിൽ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ രാജ്യത്താകെ 14,500 വിദ്യാലയങ്ങളുടെ വികസനമാണ് വിഭാവനം ചെയ്യുന്നത്. ഒരു ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് കീഴിൽ പരമാവധി 2 സ്കൂളുകൾക്കാണ് പദ്ധതിയിൽ ഇടം ലഭിക്കുക. കേരളം പദ്ധതിയിൽ പങ്കാളികളായാൽ ഗുണം ലഭിക്കുക 168 BRCകളിലായി പരമാവധി 336 സ്കൂളുകൾക്കാണ്. ഈ സ്കൂളുകൾക്ക് പ്രതിവർഷം 85 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ 5 വർഷം വിവിധ പദ്ധതികൾക്ക് ലഭിക്കും. ഇതിൽ 60% കേന്ദ്രവിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. US-ന്റെ ഉയർന്ന തീരുവ ചൈനീസ് ഇറക്കുമതി കുത്തനെ കൂടിയേക്കും. US-ന്റെ ഉയർന്ന തീരുവയെ തുടർന്ന് ചൈനയടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി കുത്തനെ കൂടാൻ സാധ്യത. ഇത് കണക്കിലെടുത്ത് സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ ഇന്റർമിനിസ്റ്റീരിയൽ സമിതിയെ നിയോഗിച്ചു. ചൈന 34%, വിയറ്റ്നാം 46%, തായ്ലൻഡ് 36%, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കുമേൽ US വമ്പൻ തീരുവയാണ് ചുമത്തിയത്. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, കെമിക്കലുകൾ, സ്റ്റീൽ അടക്കമുള്ളവ വൻതോതിൽ ഇന്ത്യയിലേക്കെത്താം. അനിയന്ത്രിതമായ ഇറക്കുമതി ഇന്ത്യയിലെ ആഭ്യന്തര വ്യവസായങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. ജൂൺ-ജൂലൈ സമയത്തായിരിക്കും ഇക്കാര്യത്തിൽ വ്യക്തത ലഭിക്കുക. കേന്ദ്ര വാണിജ്യ വകുപ്പിനു പുറമെ റവന്യൂ വകുപ്പ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് എന്നിവയിലെ പ്രതിനിധികളും സമിതിയിലുണ്ട്. വൻതോതിൽ ഇറക്കുമതിക്ക് സാധ്യത കണ്ടാൽ ഇവ നിയന്ത്രിക്കാനുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നേക്കാം. പകരം തീരുവയിൽ മങ്ങി സ്വർണം. ഡൊണാൾഡ് ട്രംപിന്റെ പകരം തീരുവ പ്രഖ്യാപനത്തിൽ ലോകവിപണി ആടിയുലയുമ്പോൾ സ്വർണത്തിനും വൻ വിലയിടിവ്. രാജ്യാന്തര വിപണിയിൽ വ്യാപാരം ആരംഭിച്ച ഉടൻ വില ട്രോയ് ഔൺസിന് $70 ഇടിഞ്ഞു. $2,965 നിലവാരത്തിലേക്കാണ് വില കുറഞ്ഞത്. സംസ്ഥാനത്ത് ഇന്നലെ ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 8,285 രൂപയും പവന് 200 രൂപ കുറഞ്ഞ് 66,280 രൂപയുമായി.
18 കാരറ്റ് സ്വർണം ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 6830 രൂപയായി. കഴിഞ്ഞ 4 ദിവസത്തിനിടെ ഗ്രാമിന് 275 രൂപയും പവന് 2200 രൂപയുമാണ് കുറഞ്ഞത്. വഖഫ് ഹർജികൾക്ക് അടിയന്തര പരിഗണന വേണമെന്ന് ലീഗ് സമസ്ത. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ 10ഓളം ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയിൽ. ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന് മുസ്ലിം ലീഗ്, സമസ്ത, ജമിയത്തുൽ ഉലമ ഹിന്ദ് എന്നിവർക്കു വേണ്ടി ഹാജരായ അഭിഭാഷകർ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചിൽ ഇന്നലെ പരാമർശിച്ചു. ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന് കോടതി മറുപടി നൽകി. മുസ്ലിം ലീഗിനു വേണ്ടി സീനിയർ അഭിഭാഷകൻ കപിൽ സിബലും അഭിഭാഷകൻ ഹാരിസ് ബീരാനുമാണ് ഹർജി അടിയന്തരമായി കേൾക്കണമെന്നാവശ്യപ്പെട്ടത്. ഇന്നലെ രാവിലെ ലീഗ് നേതാക്കൾ കപിൽ സിബലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സമസ്തയ്ക്കു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയും അഭിഭാഷകൻ സുൽഫിക്കർ അലിയും ഹാജരായി. DMKയും നിയമഭേദഗതി ചോദ്യം ചെയ്ത് ഹർജി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ്, AAP, AIMIM എന്നിവയും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ശിവൻകുട്ടിയുമായുള്ള ചർച്ചയും പരാജയം, ആശാസമരം തുടരും. INTUC പ്രസിഡന്റ് R. ചന്ദ്രശേഖരന് കോൺഗ്രസ് താക്കീത്. ആനുകൂല്യ വർധനയെക്കുറിച്ച് പഠിക്കാനുള്ള കമ്മിറ്റിയുടെ കാലാവധി 1 മാസമായി കുറയ്ക്കണമെന്നും ഇപ്പോൾ സമരം പിൻവലിക്കണമെന്നുമുള്ള മന്ത്രി വി. ശിവൻകുട്ടിയുടെ നിർദ്ദേശം ആശാവർക്കർമാർ നിരസിച്ചു. കുറഞ്ഞത് 3000 രൂപയുടെ വർധന പ്രഖ്യാപിച്ചാൽ ഉടൻ സമരം പിൻവലിക്കാമെന്നാണ് ആശാപ്രതിനിധികൾ പറഞ്ഞത്. കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ വർദ്ധിപ്പിച്ചു തന്നാൽ മതിയെന്നും ഇവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഉടൻ തുക വർദ്ധിപ്പിക്കാനാകില്ലെന്നും ആവശ്യങ്ങൾ മന്ത്രിമാരായ വീണ ജോർജിനോടും KN ബാലഗോപാലിനോടും സംസാരിക്കാമെന്നും ശിവൻകുട്ടി പറഞ്ഞതോടെ ചർച്ച അവസാനിക്കുകയായിരുന്നു. സർക്കാരിനു വേണ്ടി സമരം പൊളിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം നേരിട്ട INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരനെ KPCC പ്രസിഡന്റ് K. സുധാകരൻ താക്കീത് ചെയ്തു. പാർട്ടി നിലപാടിന് വിരുദ്ധമായും സർക്കാരിന് സഹായകമായുമുള്ള ഇടപെടൽ ചന്ദ്രശേഖരനിൽ നിന്നുണ്ടായി എന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. മന്ത്രി വിളിച്ച ചർച്ചയിൽ സമരക്കാരുടെ ആവശ്യം പഠിക്കാൻ കമ്മിറ്റി രൂപീകരിക്കണമെന്ന നിർദ്ദേശം വെച്ചത് ചന്ദ്രശേഖരനാണെന്ന് സമരക്കാർ ആരോപിച്ചിരുന്നു. VSനെ സന്ദർശിച്ച് MA ബേബി. തിരുവനന്തപുരം. CPM ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം തലസ്ഥാനത്തെത്തിയ MA ബേബി മുതിർന്ന CPM നേതാവ് VS അച്യുതാനന്ദനെ സന്ദർശിച്ചു. AKG സെന്ററിലെ സ്വീകരണത്തിന് ശേഷം രാത്രിയോടെയാണ് VSന്റെ മകൻ അരുൺകുമാറിന്റെ ലോ കോളേജ് ജംഗ്ഷനിലെ വീട്ടിലെത്തിയത്. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, M. വിജയകുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. VSന്റെ ആരോഗ്യ വിവരങ്ങൾ കുടുംബാംഗങ്ങളിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. മധുര പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ VSനെ എല്ലാ ദിവസവും അറിയിച്ചിരുന്നതായി മകൻ പറഞ്ഞു. പത്രങ്ങളിലെ പാർട്ടി കോൺഗ്രസ് വാർത്തകൾ വായിച്ചു കേൾപ്പിച്ചിരുന്നെന്നും അരുൺ കൂട്ടിച്ചേർത്തു. VSന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള പരിചരണമായതിനാൽ നേരിട്ട് സംസാരിക്കാനായില്ല. അതേസമയം മുഷ്ടി ചുരുട്ടി ലാൽസലാം നൽകിയതിന്റെ സംതൃപ്തിയുമായാണ് മടങ്ങിയതെന്ന് പിന്നീട് മാധ്യമപ്രവർത്തകരോട് MA ബേബി പ്രതികരിച്ചു. VS അച്യുതാനന്ദൻ പാർട്ടിക്കും പ്രവർത്തകർക്കും എന്താണെന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല. താനും EP ജയരാജനും വിജയകുമാറും സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ഘട്ടത്തിൽ VS ആയിരുന്നു പാർട്ടി സെക്രട്ടറി. സംസ്ഥാനതല പ്രവർത്തനത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് VSൽ നിന്നാണ്. മധുരയിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ശേഷം ആദ്യമായാണ് ഒരു സഖാവിനെ സന്ദർശിച്ചത്. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ശേഷം ആദ്യമായി ഒരു സഖാവിനെ സന്ദർശിച്ചത് VSനെയാണെന്നും ബേബി കൂട്ടിച്ചേർത്തു. ബേബി നയിക്കുമ്പോൾ പാർട്ടിയിൽ പിണറായി പക്ഷത്തെ കാത്തിരിക്കുന്നത്. വാർത്താമാധ്യമത്തിലാണ്. തിരുവനന്തപുരം. രാജ്യത്ത് CPMനെ നയിക്കാനുള്ള നിയോഗം MA ബേബി ഏറ്റെടുക്കുമ്പോൾ കേരള ഘടകത്തിലും അതിന്റെ പ്രതിഫലനങ്ങൾ ഉറപ്പ്. പാർട്ടിയും സർക്കാരും പിണറായി വിജയന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ചലിക്കുന്ന കേരളത്തിൽ MA ബേബിയുടെ സ്ഥാനക്കയറ്റം പെട്ടെന്നൊരു മാറ്റമുണ്ടാക്കില്ല. എന്നാൽ പാർട്ടിക്കുള്ളിൽ ശാക്തിക ചേരിയിൽ ഭാവിയിൽ കാതലായ മാറ്റങ്ങൾക്ക് അത് കാരണമാകും. പാർട്ടിയുടെ സൈദ്ധാന്തിക മുഖവും സാംസ്കാരിക മേഖലയിൽ വിപുലമായ ബന്ധങ്ങളുമുള്ള ബേബി പക്ഷേ സ്വന്തം തട്ടകവും അണികളുമുള്ള ജനകീയ നേതൃമുഖമല്ല. പാർട്ടി ഘടകങ്ങളിലും ബേബിക്ക് സ്വന്തം ആളുകൾ വിരലിലെണ്ണാവുന്നവർ മാത്രമേയുള്ളൂ. ക്ലാസിക്കൽ കമ്മ്യൂണിസ്റ്റ് സങ്കല്പം കൊണ്ടുനടക്കുന്ന ബേബി പാർട്ടിയിൽ വിഭാഗീയത കത്തിനിന്ന കാലത്ത്
VS അച്യുതാനന്ദന്റെ പക്ഷത്തായിരുന്നു. പാലക്കാട് സമ്മേളനത്തിൽ വെട്ടിനിരുത്തലിനിരയായ ശേഷം നിശബ്ദനായ അദ്ദേഹം പിന്നീട് ഔദ്യോഗിക പക്ഷവുമായി ചേർന്നു പോകുന്നതാണ് കണ്ടത്. അപ്പോഴും നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി സ്വതന്ത്ര അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട്. എന്നാൽ അത് പാർട്ടിക്കുള്ളിലെ പോരാട്ടമായി മുന്നോട്ടു കൊണ്ടുപോകാൻ ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല. പിണറായി വിജയന്റെ പിന്തുണയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബേബിക്ക് വഴി തുറന്നത്. പിണറായി ബേബിയുടെ പേര് പറഞ്ഞത് പൂർണ്ണ മനസ്സോടെയല്ലെന്ന് വ്യക്തം. കേരള താൽപര്യത്തിന് കൂടുതൽ അപകടകാരിയായ മറ്റൊരാൾ വരാതിരിക്കാനുള്ള പിന്തുണയാണത്. സ്വതന്ത്ര അഭിപ്രായം പറയുമ്പോഴും നേതൃത്വത്തോടുള്ള വണക്കം തെറ്റിക്കാറില്ലെന്നതും പിണറായിയുടെ വിശ്വാസം നേടാൻ ബേബിയെ സഹായിച്ചിട്ടുണ്ട്. ബേബി ജനറൽ സെക്രട്ടറിയാകുന്നതിൽ ബംഗാൾ ഘടകത്തിന്റെ എതിർപ്പ് പ്രകാശ് കാരാട്ട് ഇടപെട്ടാണ് അനുനയിപ്പിച്ചത്. ബംഗാൾ ഘടകം എതിർപക്ഷത്താണെന്നിരിക്കെ പിണറായി വിജയന്റെ പിന്തുണയില്ലാതെ പാർട്ടി കൊണ്ടുനടക്കാൻ ബേബിക്ക് കഴിയില്ല. അതുകൊണ്ടുതന്നെ പിണറായിയുടെ അപ്രമാദിത്വത്തിനെതിരെയോ കേരള ഘടകത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമായോ ബേബിയിൽ നിന്ന് എന്തെങ്കിലും നീക്കം ഉടനെയുണ്ടാകാൻ സാധ്യതയുമില്ല. എന്നാൽ ബേബിയെ കേന്ദ്രീകരിച്ച് പുതിയ ശാക്തിക ചേരി കേരളത്തിൽ രൂപപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. ഗോകുലത്തെ വിടാതെ ED വീണ്ടും ചോദ്യം ചെയ്യൽ. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ സിനിമയുടെ സഹനിർമ്മാതാവ് കൂടിയായ പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലിനെ വീണ്ടും ED ചോദ്യം ചെയ്തു. വിദേശനാണ്യ വിനിമയ ചട്ടം ലംഘിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന കേസിലാണ് ഗോപാലിനെ തിങ്കളാഴ്ച 6 മണിക്കൂറോളം ചോദ്യം ചെയ്തത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:40 കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചുവരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ചിട്ടി സ്ഥാപനം വഴി അനധികൃതമായി 600 കോടിയോളം രൂപയുടെ വിദേശ സാമ്പത്തിക ഇടപാട് നടന്നതായാണ് ED ആരോപണം. ചെന്നൈയിലെ കേന്ദ്ര ഓഫീസിൽ നിന്ന് 1.5 കോടി രൂപയും പിടിച്ചെടുത്തിരുന്നു. കോഴിക്കോട്ടും ചെന്നൈയിലുമായി ഗോപാലനെ 7.5 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് കൊച്ചിയിലേക്ക് വിളിച്ചുവരുത്തി തിങ്കളാഴ്ച ചോദ്യം ചെയ്തത്. ഗോകുലം ഗ്രൂപ്പ് RBI ഫെമ ചട്ടങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ED പറയുന്നത്. ചട്ടം ലംഘിച്ച് 592.54 കോടി വിദേശ ഫണ്ട് സ്വീകരിച്ചതായും ED വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. നടി ആക്രമണ കേസ് CBI അന്വേഷണം വേണ്ടെന്ന് ഡിവിഷൻ ബെഞ്ചും. നടി ആക്രമണ കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും. CBIയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് 8ാം പ്രതിയായ നടൻ ദിലീപ് നൽകിയ അപ്പീൽ ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് P. കൃഷ്ണകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. അതേസമയം സിംഗിൾ ബെഞ്ച് ഉത്തരവിലെ ചില പരാമർശങ്ങൾ അനാവശ്യമാണെന്ന് വിലയിരുത്തി ഒഴിവാക്കി. കേസിലെ വിചാരണ അവസാന ഘട്ടത്തിലാണെന്നും വിചാരണ കോടതിയുടെ ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ ഹർജി തള്ളിയത്. കേസിൽ നിഷ്പക്ഷ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസി വേണമെന്നാണ് ദിലീപിന്റെ ആവശ്യം. 2017 ഏപ്രിൽ 17 പോലീസ് കുറ്റപത്രം നൽകിയതാണെങ്കിലും ആക്രമണ ദൃശ്യങ്ങൾ പകർത്തിയതായി പറയുന്ന മൊബൈൽ ഫോൺ ഇനിയും കണ്ടെടുത്തിട്ടില്ലെന്നും അത് കണ്ടെത്തേണ്ടതാണെന്നും ഹർജിയിൽ പറയുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. 2018 ഡിസംബറിലാണ് അന്വേഷണം ശരിയായ രീതിയിലാണെന്നതടക്കം അഭിപ്രായപ്പെട്ട് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയത്. എന്നാൽ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു പരാമർശം അനാവശ്യമായിരുന്നുവെന്ന് വിലയിരുത്തിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിലെ ഈ ഭാഗം ഒഴിവാക്കി. ഇത്തരം കാര്യങ്ങൾ വിചാരണ കോടതിയാണ് പരിഗണിക്കേണ്ടതെന്നും വ്യക്തമാക്കി. എന്നാൽ CBI അന്വേഷണം ആവശ്യം തള്ളാൻ സിംഗിൾ ബെഞ്ച് കണക്കിലെടുത്ത മറ്റ് കാര്യങ്ങളെല്ലാം ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയായി വരികയാണ്. ഉത്സവത്തിനിടെ RSS ഗണഗീതം. കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിടുമെന്ന് ദേവസ്വം ബോർഡ്. കോട്ടുക്കൽ ക്ഷേത്രോത്സവത്തിൽ ഗാനമേളയ്ക്കിടെ ഗണഗീതം പാടിയ സംഭവത്തിൽ കർശന നടപടിക്കൊരുങ്ങി ദേവസ്വം ബോർഡ്. ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിടുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. ഗണഗീതം പാടിയത് ബോധപൂർവമായ ശ്രമമാണ്. ക്ഷേത്ര ഉപദേശക സമിതിയിൽ ഉപദേശക സമിതികൾ ക്ഷേത്രഭരണക്കാരായി മാറുന്നെന്നും പ്രശാന്ത് പറഞ്ഞു. കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്ര ഉത്സവ ഗാനമേളയിൽ നാഗർകോവിൽ നൈറ്റ് ബേർഡ്സ് അവതരിപ്പിച്ച ഗാനമേളയിലാണ് ഗണഗീതം പാടിയത്. കോട്ടുക്കൽ ടീം ഛത്രപതിയാണ് പരിപാടി സ്പോൺസർ ചെയ്തത്. അതേസമയം ഗണഗീതം പാടിയ സംഭവത്തിൽ നൽകിയ
പരാതിയിൽ പോലീസ് കേസെടുത്തു. ക്ഷേത്രോപദേശക സമിതി വൈസ് പ്രസിഡന്റും CPM ഇട്ടിവ ലോക്കൽ കമ്മിറ്റി അംഗവുമായ അഖിൽ, ഇട്ടിവ സ്വദേശി പ്രതിൻ എന്നിവർ നൽകിയ പരാതിയിലാണ് കടയ്ക്കൽ പോലീസ് കേസെടുത്തത്. ഗാനമേള ട്രൂപ്പിലെ ഗായകർക്കും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾക്കും ഉത്സവ കമ്മിറ്റി അംഗങ്ങൾക്കുമെതിരെയാണ് കേസ്. എന്നാൽ ഗാനമേളയിൽ ദേശഭക്തിഗാനമാണ് പാടിയതെന്നും ഗണഗീതം പാടിയിട്ടില്ലെന്നുമാണ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീജേഷിന്റെ നിലപാട്. ഗണഗീതം ആലപിക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ തന്നെ ക്ഷേത്രോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നിരുന്നു. ക്ഷേത്ര പരിസരത്ത് RSS കൊടിതോരണങ്ങൾ കെട്ടിയതായി പരാതി ലഭിക്കുകയും ഇതിന്മേൽ കൊട്ടാരക്കര ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷണം നടത്തുകയും ചെയ്യുന്നതിനിടെയാണ് ക്ഷേത്രത്തിൽ RSS ഗണഗീതം ആലപിച്ചത്. ഇത് ബോധപൂർവം ചെയ്തതാണെന്ന് തിങ്കളാഴ്ച ചേർന്ന ബോർഡ് യോഗം വിലയിരുത്തി. ഗസയുടെ പകുതി ഭൂപ്രദേശങ്ങളുടെയും നിയന്ത്രണം പിടിച്ചെടുത്ത് ഇസ്രായേൽ. തെൽ അവീവ്. 1.5 വർഷത്തിലേറെയായി തുടരുന്ന വംശഹത്യയിൽ ഗസയുടെ പകുതി ഭൂപ്രദേശങ്ങളുടെയും നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചെടുത്തതായി റിപ്പോർട്ട്. ലക്ഷക്കണക്കിന് ഫലസ്തീനികളെ പുറത്താക്കി വീടും കൃഷിയും തകർത്തെറിഞ്ഞാണ് ഇസ്രായേൽ സേന ബഫർ സോൺ വിപുലീകരിച്ചത്. കഴിഞ്ഞ 4 ആഴ്ചയ്ക്കിടെ ഇരട്ടിപ്പിച്ച ഗസയിലെ സൈനിക ബഫർ സോൺ കൊലമേഖലയായി ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്തരം അതിർത്തി നിർണ്ണയിക്കാത്ത മേഖലയിൽ യുദ്ധ ടാങ്കറുകളുടെ 500 മീറ്റർ അടുത്തെത്തിയാൽ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം വെടിവെച്ച് കൊല്ലുമെന്നാണ് സൈന്യം പറയുന്നത്. ഇസ്രായേലി സൈനികർ, മനുഷ്യാവകാശ സംഘടനകൾ, ഗസ വിദഗ്ധർ എന്നിവരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസ്സാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഗസ അതിർത്തി മേഖലയിലെ ഭൂപ്രദേശങ്ങളാണ് പിടിച്ചെടുത്തവയിൽ ഭൂരിഭാഗവും. വടക്ക് തെക്ക് ഗസയെ വേർതിരിക്കുന്ന ഇടനാഴിയും ഇസ്രായേൽ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടും. വാസയോഗ്യമല്ലാത്ത മേഖലയാക്കി മാറ്റാൻ 18 മാസമായി അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്ത് മേഖല നിരപ്പാക്കുകയാണ് സൈന്യം. ഇസ്രായേൽ സൈന്യം ആക്രമണം തുടങ്ങുന്നതിന് മുൻപ് വീടുകളും സ്കൂളുകളും ജനത്തിരക്കേറിയ തെരുവുകളുമുണ്ടായിരുന്ന മേഖലകൾ മണൽ മാത്രമായി മാറ്റിയിരിക്കുകയാണെന്ന് വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. സകലതും സൈന്യം തകർത്തതായും ഫലസ്തീനികൾക്ക് മടങ്ങിവരാൻ ഒന്നും ബാക്കിവെച്ചിട്ടില്ലെന്നും കെട്ടിടങ്ങൾ തകർക്കുന്ന ടാങ്കുകൾക്ക് സംരക്ഷണം നൽകുന്ന സൈനികൻ പറഞ്ഞു. ഫലസ്തീനികൾ ഇനി ഒരിക്കലും മടങ്ങിവരില്ലെന്നും സൈനികൻ കൂട്ടിച്ചേർത്തു. വ്യാപകമായി കെട്ടിടങ്ങളും മറ്റും നശിപ്പിക്കുന്നതിലൂടെ ഭാവിയിൽ മേഖലയുടെ നിയന്ത്രണം ഉറപ്പാക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യമെന്നാണ് ബഫർ സോൺ വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠനം നടത്തിയ ഇസ്രായേലിലെ അധിനിവേശ വിരുദ്ധ സംഘടനയായ ബ്രേക്കിംഗ് ദ സൈലൻസ് തയ്യാറാക്കിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടുകിട്ടാൻ വഴിയൊരുങ്ങി. ന്യൂയോർക്ക്. ഇന്ത്യക്ക് വിട്ടുനൽകണമെന്ന ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണ സമർപ്പിച്ച സ്റ്റേ ഹർജി US സുപ്രീം കോടതി തള്ളി. ഒരേ കേസിൽ 2 തവണ വിചാരണ നേരിടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാക് വംശജനായ കനേഡിയൻ പൗരൻ റാണ ഹർജി നൽകിയത്. US സാൻ ഫ്രാൻസിസ്കോയിലുള്ള നോർത്ത് സർക്യൂട്ട് അപ്പീൽ കോടതിയടക്കം ഹർജി തള്ളിയതോടെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്ത്യക്ക് വിട്ടുനൽകാതിരിക്കാനുള്ള അവസാന നിയമപോരാട്ടവും വിഫലമായതോടെ റാണയെ ഇന്ത്യക്ക് വിട്ടുകിട്ടാൻ വഴിയൊരുങ്ങി. US അതീവ സുരക്ഷാ ജയിലിൽ കഴിയുന്ന റാണയെ കൈമാറണമെന്ന് ഇന്ത്യ വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപകടകാരിയായ മനുഷ്യനെ ഞങ്ങൾ ഇന്ത്യക്ക് കൈമാറുകയാണ് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച മുൻ സൈനിക ഡോക്ടറായ തഹാവൂർ ഹുസൈൻ റാണ കനേഡിയൻ പൗരത്വം നേടി താമസം മാറുകയായിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിൽ 26 വിദേശികളും 20 സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 166 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.